ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 80ന്റെ റിവ്യൂ ആണ്. ജിൻഡോ ജാസ്മിൻ എന്നിവരിലേക്ക് മാത്രമായി കേന്ദ്രീകരിച്ചിരുന്ന ഒരു ഗെയിം വളരെ രസകരമായിട്ടുള്ള രീതിയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ അഭിഷേക് അതേപോലെ തന്നെ സായി, സിജോ എന്നിവർ മുന്നേറുന്നത് വളരെ രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. അതിൽ അഭിഷേകിന്റെ ഗെയിം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ അഭിഷേക് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നില്ല, ബഹളം വയ്ക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ആളുകളും ഉന്നയിച്ചിരുന്നു. അപ്പോൾ അഭിഷേക് പറഞ്ഞു, ഞാൻ വലിയ വലിയ കാര്യങ്ങളിൽ ഇടപെടത്തുള്ളൂ. നമുക്ക് കേട്ട സമയത്ത് കോമഡി ആയിട്ട് തോന്നി. എന്നാലും അതിനകത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അടിപൊളി തന്നെയാണ്. അത് കറക്റ്റായിട്ട് തന്നെ അഭിഷേക് അവിടെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ലിസൺ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ആളുകൾ മറ്റേ കാളവെട്ട് എന്ന് കേൾക്കുന്ന സമയത്ത് കയറെടുത്തുകൊണ്ട് ടാസ്ക് ചെയ്യാൻ ഓടുന്ന ആൾക്കാരാണ്. അപ്പോൾ അഭിഷേക് അങ്ങനെ കേട്ട് മര്യാദയ്ക്ക് ഗെയിം കളിച്ചതിൻ്റെ റിസൾട്ടാണ് ടിക്കറ്റ് ടു ഫിനാലയിൽ ഇതുവരെയുള്ള ഒരു ഗെയിമിൽ ടോപ്പിൽ നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു സംഭവം. നൈസ് ഒരു പ്ലേ ആണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിന്നിട്ട് ഗെയിം മാറുന്നതിൻ്റെ ചില ലക്ഷണങ്ങളുണ്ട്. കുറേയധികം കാര്യങ്ങൾ തോന്നുന്നുണ്ട്. ഒത്തിരിയധികം കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. 2-3 ദിവസങ്ങളുടെ ഗെയിം ഒന്ന് നോക്കി കാണേണ്ടതുണ്ട്. സായിയുടെ ഒരു ഗെയിം എന്താണ് എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. സായിയുടെ കാര്യമായതുകൊണ്ട് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് മണ്ടത്തരം കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഇവരെല്ലാം അവസാനം അങ്ങനെ കാട്ടുതീയായിട്ട് വരുന്ന ആൾക്കാരാണോ എന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ. സിജോ രസമായിട്ട് വരുന്നുണ്ട്. സായിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇപ്പം സിജോ അതേപോലെ തന്നെ അഭിഷേക് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുന്നു, അപ്പോൾ അങ്ങനെ ഗെയിം പ്ലാൻ ചെയ്യുന്നു, പക്ഷേ ഓഡിയൻസുമായിട്ട് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സായി എന്തിനാണ് വന്നത് എന്നുള്ളൊരു ചോദ്യം പല ആളുകളും ചോദിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, സായിക്ക് മറ്റേ കഥയല്ലത് ജീവിതം എന്ന പരിപാടിയിലേക്ക് പോയാൽ പോരായിരുന്നോ എന്നുള്ളത്. കാരണം സായി പറയുന്നത് അയാളുടെ ഗെയിം കഴിഞ്ഞു, അയാളുടെ ഗെയിം എന്ന് പറയുന്നത് വീട്ടിലെ പ്രശ്നങ്ങളാണ്. 2 വർഷമായിട്ട് ഇങ്ങടേക്ക് ട്രൈ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ലേണിംഗ് കർവ് ഉണ്ട് എന്നൊക്കെ സായി പറഞ്ഞു. 2 വർഷമായിട്ട് വീട്ടിലെ ക്ലോസ് സർക്കിളിലുള്ള പ്രശ്നം ഇവിടെ വന്ന് പറയാനായിട്ടും സായി തിരിച്ചു പിടിക്കാനായിട്ടും ബിഗ് ബോസിലേക്ക് ട്രൈ ചെയ്യുന്നതിൽ ഭേദം മറ്റേ കഥയില്ലത് ജീവിതം എന്ന് പറയുന്ന പരിപാടിയിലേക്ക് ട്രൈ ചെയ്താൽ പോരായിരുന്നു. ഒരാൾക്കെങ്കിലും ഈ ഒരു അവസരം കിട്ടുമായിരുന്നല്ലോ. അപ്പോൾ സായി ബാക്കിയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ സായി സ്വയം ഇങ്ങനെ ഗിവപ്പ് ചെയ്തിട്ടോ എനിക്ക് കപ്പ് കിട്ടില്ല എന്നുള്ളൊരു ചിന്തയിലാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും ഇതിനകത്ത് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നിയത് ജിൻഡോയും ജാസ്മിനും ചെറിയ രീതിയിൽ സൈഡായതാണ്. ബുദ്ധി വെച്ചിട്ട് കളിക്കേണ്ട കളിയാണ്, വളരെ ഫാസ്റ്റായിട്ട് ഡിസിഷൻസ് എടുക്കേണ്ട കളിയാണ്. അതേപോലെ ഇവർക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് നോക്കുന്നത്. ഓക്കെ, ജാസ്മിൻ എൻ്റെ എതിരാളി, ജിൻഡോ ഇവിടുത്തെ ടോപ്പ് ഗെയിമർ, ജിൻഡോ എനിക്കെതിരെ ഗെയിം കളിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ സമയത്ത് ബാക്കിയുള്ള ആൾക്കാരൊന്നും അവരൊന്നും ഗെയിമിലില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഇവർ നോക്കിക്കൊണ്ടിരുന്നത്. അതേപോലെ ജാസ്മിൻ്റെ ഒരു ഫെയിലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ആറ്റിറ്റ്യൂഡ് ഭയങ്കര ശോകമാണ്. ആളുകൾ ജാസ്മിനെതിരെ ഗെയിം കളിക്കുന്നുണ്ട്, ഓക്കെ, വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചില കാര്യങ്ങൾ ജാസ്മിനെതിരെ ആരോപിക്കുന്നുണ്ട്. അവരുടെ ഗെയിമാണത്, പഴയ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇത് ആ ഒരു ടാസ്ക് കഴിയുമ്പോഴത്തേന് ജാസ്മിൻ മറക്കും. അതൊരു നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ ബിഗ് ബോസിൽ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ജിൻഡോയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു പരിപാടി, അപമര്യാദയായിട്ട് പെരുമാറി ജിൻഡോ കുട്ടുകുട്ട ചിരിച്ച് വേദന കാരണം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടൊക്കെ മാറും. ജിൻഡോ വേഴ്സസ് ജാസ്മിൻ ആണ് പുറത്തുള്ള മെയിൻ അടികളും പരിപാടികളൊക്കെ. സോഷ്യൽ മീഡിയ PR ഗ്യാങ്ങുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് ചെയ്യുന്നത്. അപ്പം ജിൻഡോയുടെ PR ഗ്യാങ് വന്നിട്ട് എന്ത് ചെയ്യും? ജാസ്മിൻ്റെ ഗെയിമിനെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കും. ജാസ്മിൻ്റെ ആളുകളിൽ ചിലർ അവിടോട്ട് പോയിട്ട് ജിൻഡോയുടെ ഗെയിമിനെ കുറിച്ചിട്ട് സംസാരിക്കും. അപ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയാണ്. കാരണം അത്രയധികം ഡാമേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തുണ്ടാക്കിയിട്ടുണ്ട്. ആ സമയത്ത് അകത്ത് ജിൻഡോയുടെ PR ഗ്യാങ്ങിൻ്റെ പുറത്തുള്ള പരിപാടികൾ മനസ്സിലാക്കാതെ ജാസ്മിൻ അകത്ത് ജിൻഡോയുടെ കൂടെ ചേർന്നിരുന്നിട്ട് മറ്റേ തൊട്ടേ പിടുത്തം കളിയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ആകെ ജാസ്മിനുള്ള ആ ഒരു സപ്പോർട്ടും കൂടെ പോയി കിട്ടും. അങ്ങനെ ഒരു വലിയ ഉൾട്ടടിയെ കുറിച്ചിട്ട് ഞാനിതുവരെ ചിന്തിച്ചിരുന്നില്ല. അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉൾട്ടടിക്കുന്ന വേറൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അഭിഷേക് നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. ആര് കയറി വന്നാലും ആടിച്ച് താത്ത് വിട്ടേക്കാനാണ് എനിക്ക് തോന്നുന്നു ജിൻഡോയുടെ PR ടീമിൻ്റെ ഒരു പരിപാടി, അല്ലെങ്കിൽ ജിൻഡോ പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ അഭിഷേക് കയറി വരുന്ന സമയത്ത് അഭിഷേകിനെ അടിച്ച് താക്കാൻ പോയി കഴിഞ്ഞാൽ അവർ ഈക്വലി കേപ്പബിൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൂട്ടം ഗ്യാങ് ആണ്. ഇവന്മാർ തമ്മിൽ ഇനി അടിച്ച് വാൻ ബഹളമായിരിക്കും. അയ്യോ, അത് വേറെ ഒരു സംഗതി. ഏതായാലും ഈ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ വേണ്ടി പോകുന്നത് PR വാറുകളൊക്കെ ആയിരിക്കും. മാനസിക ആരോഗ്യമൊക്കെ നഷ്ടപ്പെടുത്താതെ ഈ ഒരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഏതായാലും എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോകുന്ന സമയത്ത് പാണ്ടിമേളം പാട്ടും കൂത്തും എന്ന ഗംഭീരമായിട്ടുള്ള പാട്ടിട്ടിട്ടാണ് ഇന്നത്തെ ദിനം ആരംഭിച്ചത്. രാവിലെ തന്നെ കിച്ചണിൽ വേറെ എന്തുണ്ട് രണ്ടാളുകൾക്കും. ഇന്നലെ കിച്ചണിൽ പഴയ ഫുഡ് പോരാ, പുതിയ ഫുഡ് വേണം, ചില ആളുകൾക്ക് വേണമെന്നുള്ളതായിരുന്നു ജാസ്മിൻ്റെ ആവശ്യം. എന്നാൽ കിച്ചൺ ടീമിലേക്ക് ജാസ്മിൻ വരുന്നുണ്ട്. ഇന്ന് ജിൻഡോയുടെ ആവശ്യം പഴയ ദോശ ജിൻഡോ കഴിക്കില്ല, പുതിയ ദോശ വേണം എന്നുള്ളതാണ്.
ഇവർ ഇത് തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ആ ഒരു പരിപാടിയാണ് എപ്പിസോഡിൽ കണ്ടത്. കുറേ ഉണ്ടായിരുന്നു, ലൈവിൽ കുറേ അധികം ഉണ്ടായിരുന്നു, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. നേരെ സ്കിപ്പ് ചെയ്ത എപ്പിസോഡിൽ നമ്മളെ കാണിച്ചത് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് 1 ഗോൾഡൻ റാബിറ്റ് ആയിരുന്നു. ഗോൾഡൻ റാബിറ്റ് ടാസ്ക് എന്ന് പറയുന്നത് ശരിക്കും ആദ്യഘട്ടത്തിൽ അത് കേട്ട സമയത്ത് എനിക്കും അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലായില്ല. ഗെയിമിൻ്റെ കോഴ്സ് കഴിഞ്ഞപ്പോഴും എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല. നോറയൊക്കെ ആദ്യം ഗെയിം കളിക്കുന്നത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു നോറ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. നോറ കാണിച്ച എന്തൊരു വലിയ വിഡ്ഢിത്തരായിരുന്നു. നോറ ആ കൂടൊന്നും പണിയാനായിട്ട് മെനക്കെടുന്ന പോലുമില്ല. പക്ഷേ ആറ്റിറ്റ്യൂഡ് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ബാക്കിയുള്ള ആളുകൾക്കൊന്നും മനസ്സിലാവാതെ നോറയ്ക്ക് മാത്രം എന്തോ എക്സ്ട്രാ മനസ്സിലായിട്ടുണ്ടോ. ഏതായാലും ആ ഒരു ടാസ്കിൽ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ നിലനിന്നിരുന്നു. ഈ ലെക്ക് എന്ന് പറയുന്ന ഒരു കാര്യം അതിനകത്ത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഡൻ ഏരിയയിൽ 10 കളങ്ങളുണ്ട്, 10 റാബിറ്റുകളുണ്ട്. ബസറടിക്കുമ്പോൾ അവിടെയുള്ള കട്ടകൾ വെച്ചിട്ട് ഓരോ ആളുകളുടെയും റാബിറ്റിനെ ആ ഒരു കൂടുകളിൽ സുരക്ഷിതമാക്കേണ്ടതുണ്ട്. അതിനുശേഷം എല്ലാ ആൾക്കാരും തിരിച്ച് അവരവരുടെ പൊസിഷനിൽ പോയി നിൽക്കണം. പൊസിഷനിൽ പോയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ വന്നിട്ട് കാർഡുകൾ ഷഫിൾ ചെയ്തിട്ട് ഓരോ ആളുകളെ കൊണ്ട് ഓരോന്ന് എടുപ്പിക്കും. ഈ എടുപ്പിക്കുന്ന സമയത്ത് അതിൽ ആരുടെ പേരാണോ ഉള്ളത് അവർക്ക് പോയി ഒരു കൂട് പൊളിച്ച് റാബിറ്റിന് എടുക്കാം. അതാണ് പരിപാടി. അങ്ങനെ ഒരു കൂട് പൊളിക്കുന്ന സമയത്ത് കൂടില്ലാത്ത ആൾ ഔട്ടായി പോകും. ആദ്യം തന്നെ ജാസ്മിൻ, ശ്രീതു, ഋഷി എന്നിവർക്കാണ് അവസരം കിട്ടുന്നത്. ആരുടെയും കൂട് പൊളിച്ച് അവരെ വെറുപ്പിക്കേണ്ട എന്നുള്ളൊരു പ്ലാനാണ് ജാസ്മിനൊക്കെ ഉള്ളത്. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു കളി. ഇപ്പം ടീമപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്, ഇൻഡിവിജ്വൽ ഗെയിമാണെന്ന് പറഞ്ഞാലും. നോറയുടെ കൂട് സിമ്പിളായി പൊളിച്ച് ഋഷി റാബിറ്റിനെ സ്വന്തമാക്കി. ജിൻഡോ ജാസ്മിൻ്റെ മുയലിനെ സ്വന്തമാക്കി. അതിനുശേഷം അങ്ങനെ ജാസ്മിൻ ഔട്ടാവുകയാണ്, നോറ ഔട്ടാവുകയാണ്. ജിൻഡോ, ഋഷി, നന്ദന എന്നിവരാണ് പിന്നീട് പോകുന്നത്. പരസ്പരം അവരുടെ കൂട് പൊളിച്ചിട്ട് മുയലിനെ എടുക്കുകയാണ്. അപ്പം ജാസ്മിൻ പിന്നീട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നന്ദനയുടെ മുയലിനെ എടുത്തത് കൊണ്ടാണ് താൻ ഔട്ടാവേണ്ടി വന്നത്. അങ്ങനെ ജിൻഡോ ഔട്ടാവുകയാണ്. ഋഷിയുടെ 5 മുയലുകളുമായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും സംശയിച്ചു അതെന്താണ് പരിപാടി, ഇതെന്തൊരു ഗെയിമാണെന്ന്. പിന്നീട് അത് മനസ്സിലാവുന്നത് ഋഷിക്ക് കൂടില്ലാത്തത് കൊണ്ട് മുയലുകളെയും കൊടുക്കാൻ പറ്റില്ല. ആ ഒരു മുയലുകളെ തിരിച്ച് കളത്തിൽ കൊണ്ടുപോയി വെക്കുകയാണ്. പിന്നീട് സിജോ, ശ്രീതു, സായി എന്നിവരാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ സിജോയും സായിയും കൂടെ നൈസായിട്ട് ശ്രീതുവിനെ ഔട്ടാക്കുന്നു. പിന്നീട് സിജോ, സായി, അഭിഷേക്, അർജുൻ എന്നിവരാണ് പോകുന്നത്. സായി, അഭിഷേകും വീണ്ടും അവരുടെ ഗെയിം ഇറക്കുന്നു. അർജുനും സിജോയും ഔട്ടാവുന്നു. ആദ്യ ടാസ്കിൽ 3 പോയിന്റുകൾ നേടി അഭിഷേക് ഫസ്റ്റ് അടിക്കുകയാണ്. ഇതിനുശേഷമാണ് അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറയുന്ന ചില ദൃശ്യങ്ങളൊക്കെ പ്രൊമോയിൽ നിങ്ങൾ കണ്ടത്. മര്യാദ, അപമര്യാദ, ജിൻഡോ, ജാസ്മിൻ എന്നിവർക്കിടയിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഭയങ്കര കോമഡിയാണ്. ജാസ്മിൻ ജിൻഡോയുടെ അപമര്യാദയായിട്ട് പെരുമാറി, ജിൻഡോ തിരിച്ച് പെരുമാറി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രണ്ടുപേരുടെ മര്യാദയെ കുറിച്ചിട്ട് അറിയാവുന്നതുകൊണ്ട് അത് എന്നെ പോലുള്ള ഒരാളെ ഹുക്ക് ചെയ്യുന്ന ഒരു കണ്ടന്റ് അല്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും ഉപദ്രവം സഹിക്ക വയ്യാതെ ജിൻഡോ ചിരിച്ച് ശ്വാസം മുട്ടുന്ന ആ ഒരു ദയനീയ ദൃശ്യങ്ങളാണ് ഞാൻ ആ ഒരു ഘട്ടത്തിൽ കണ്ടത്. ഈ ടിക്കറ്റ് ടു ഫിനാലെ ഇല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്ത കണ്ടസ്റ്റൻസിനെ പറയാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. BB+ൽ കാണിക്കുമായിരിക്കും, എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ല. അതിനകത്ത് കൂടുതൽ ആളുകളും ജാസ്മിനാണ് പറയുന്നത്. ജാസ്മിന് ഈ പറയുന്ന ടിക്കറ്റ് ടു ഫിനാലെ ഇല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് എല്ലാ ആൾക്കാരും പറയുന്നത്. ആദ്യം തന്നെ നമ്മുടെ നോറയാണ് വരുന്നത്. ശ്രീതുവിനെ പറയുന്നു, ശ്രീതു സംസാരിക്കുന്നില്ല, നിലപാടുകൾ പറയുന്നില്ല, അങ്ങനെയുള്ള സ്ഥിരമായിട്ടുള്ള ആരോപണങ്ങൾ. ജാസ്മിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ജാസ്മിൻ്റെ ചില ചേഷ്ടകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ജാസ്മിൻ അതിൻ്റെ ഇടയ്ക്ക് ചില ചേഷ്ടകളൊക്കെ കാണിക്കായിരുന്നു, ഇതാണ് എന്ന് നോറ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഋഷി നോറയെയും ശ്രീതുവിനെയും പറയുന്നുണ്ട്. ജാസ്മിൻ നോറയും അഭിഷേകിനെയും പറയുന്നുണ്ട്. അർജുൻ നോറയും സായിയെയും പറയുന്നു. കാരണങ്ങളൊക്കെ എപ്പോഴും നമ്മൾ പറയുന്ന ആ ഒരു കാരണങ്ങളൊക്കെ തന്നെയാണ്, വീണ്ടും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അഭിഷേക് ജാസ്മിനെയും നോറയെയും പറയുന്നു. നന്ദന ശ്രീതുവിനെയും ജാസ്മിനെയും പറയുന്നു. ജിൻഡോ നോറയെയും ജാസ്മിനെയും പറയുന്നു. ശ്രീതു നന്ദനെയും സായിയെയും പറയുന്നു. ഇതിനുശേഷം ബാലൻസിങ് ടാസ്ക് ആണ്. 2 ആളുകൾ വെച്ചിട്ട് ഗെയിം കളിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ അതിനകത്ത് മറ്റേ ഒരു പൈപ്പുണ്ട്, സൈഡിൽ ഒരു ചെറിയ ഒരു കപ്പുണ്ട്. ഈ പൈപ്പിൻ്റെ ഹാഫിനകത്തോടെ ബോൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഈ കപ്പിലേക്ക് വീഴ്ത്തണം. അപ്പോൾ ആ കപ്പിലേക്ക് വീഴ്ത്താനായിട്ട് ഞാനോർത്ത് വളരെ സിമ്പിളായിരിക്കും എന്നുള്ളത്. പക്ഷേ അതിനൊരു സ്ട്രാറ്റജി ഉണ്ട്. അവർ നേടിയ പോയിന്റുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അഭിഷേക് 6 ബോളുകൾ ബാലൻസ് ചെയ്ത് കപ്പിലാക്കി. ശ്രീതുവിന് 0, അർജുൻ 4, നോറ 3, ജാസ്മിന് 0, ഋഷിക്ക് 2, സിജോയ്ക്ക് 4, നന്ദന 0, സായ് 2, ജിൻഡോ 3. ബുദ്ധിയും ശക്തിയും ശ്രദ്ധയും ഒക്കെ വെച്ചിട്ട് കളിക്കേണ്ട ഒരു ഗെയിം വരുന്ന സമയത്ത് ടോട്ടലി ഗെയിം അങ്ങോട്ട് മാറുന്നുണ്ട്. ഇതിനുശേഷം ടിക്കറ്റ് ടു ഫിനാലെ പന്താട്ടം ടാസ്ക് ആയിരുന്നു. ഇങ്ങനെയുള്ള ടാസ്കുകളാണെന്ന് കൂടുതലായിട്ടുള്ളത്. മറ്റേ വായിട്ടലയ്ക്കുന്ന പരിപാടിയല്ലാത്തത് കൊണ്ട് പല ആളുകളും വൻ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ്. പന്ത് ബാലൻസ് ചെയ്യണം. അഭിഷേകും സായിയൊക്കെ ചെയ്ത ആ ഒരു ബാലൻസിങ് പരിപാടി ഭയങ്കര രസമുണ്ടായിരുന്നു. അവർ മറ്റേ എന്ത് നൈസായിട്ടാണ് ചെയ്തത്. നമ്മുടെ അഭിഷേകാണെങ്കിൽ ഷൂളം അടിച്ചൊക്കെയാണ് നൈസായിട്ട് ആ ഒരു പന്തിനെ അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. കൂടുതൽ സമയം നിന്നത് നമ്മുടെ സായിയാണ്. അവിടെ നിന്ന് ഇറങ്ങി വരേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടി വന്ന സമയത്ത് സായി പോയി. പക്ഷേ അഭിഷേക്, സായി, ഋഷി എന്നിവരാണ് കൂടുതൽ സമയം നിന്നത്.
ഇങ്ങനെയുള്ള കളികളൊക്കെ വരുന്ന സമയത്ത് അത്ര ഫെയിലിയർ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു വ്യക്തി നോറയാണ്. നോറയുടെ ആ ഒരു കണ്ടന്റ് എടുക്കാൻ പറ്റുന്നില്ല. കാരണം റസ്മിനൊന്നുമില്ല. അങ്ങനെ ഈ വൈത്താളം ഓടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവിടെ ഇല്ല. ജാസ്മിൻ അടുപ്പിക്കണില്ല. വീണ്ടും വീണ്ടും ഇത് എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇടാൻ വേണ്ടിയുള്ള ഒരു കഠിന പരിശ്രമം അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ആരും നോറയെ മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പം അൻസിബയൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അൻസിബയ്ക്ക് ഇങ്ങനെയുള്ള കളികളൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഓരോരോ തോന്നലങ്ങ് തോന്നി നോറയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചാൻസ് കിട്ടിയേനെ. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ പോയി. അങ്ങനെയുള്ള ആളുകളൊക്കെ പോയപ്പോഴത്തേന് നൈസായിട്ട് നോറ മറ്റേ വട്ടമിട്ട് ഋഷിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. ഋഷിക്കും താല്പര്യമില്ല. പഴയ പോലെ ആൾക്കാർക്ക് താല്പര്യമൊന്നുമില്ല. ഇത് ഈ പോയിന്റുകൾ കയറുന്ന ഒരു ഗെയിമാണല്ലോ, കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു ഗെയിമല്ല. ഇനിയിപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കേണ്ട സമയങ്ങളല്ല ഈ ദിനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വേറൊരു ഗെയിമാണ് കളിക്കുന്നത്. ഏതായാലും ഗെയിം മാറട്ടെ, കയറട്ടെ, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഗെയിമുകളൊക്കെ വരട്ടെ. ഇപ്പോൾ നിലവിലുള്ള കുറേ അവിഞ്ഞ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ടങ്ങ് ഔട്ടായി പോയിക്കൊണ്ടിരുന്നേനെയും, അല്ലെങ്കിൽ ഈ ഗെയിംസ് ഇല്ലാതെ വരുന്ന സമയത്ത് ആളുകൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവും. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഡിയൻസിൽ ഒരു കൂട്ടം ആളുകൾക്ക് ഇങ്ങനെയുള്ള ഗെയിമുകൾ ആസ്വദിക്കുന്നതിലും കൂടുതൽ ഇഷ്ടം ഈ മറ്റേ അപമര്യാദയായിട്ട് പെരുമാറി ചേഷ്ടകൾ കാണിച്ചു എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ വാലെ തൂങ്ങുന്നതായിരിക്കും. ഏതായാലും ഇതാണ് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.